ഓട്ടുപാറ ജനതയിൽ ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ വിലയേക്കാൾ വലിയ കുറവിൽ. ഓട്ടുപാറ ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി, ഗ്രൈൻഡർ, ഫാൻ, അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, ഒപ്പം പഴയ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 1399 രൂപയ്ക്ക് മിക്സികൾ, ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ. ഇൻഡക്ഷൻ കുക്കർ 1199 രൂപ. 3 ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ 1999 രൂപ മുതൽ ആണ്. ഈ സൗജന്യങ്ങൾ ഓട്ടുപാറ ജനതയിൽ മാത്രം. ജനത ഓട്ടുപാറ. ഫോൺ 9526267779. സൗഹൃദം സെന്റർ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ നടൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ ഓണാഘോഷിക്കുന്നു ഒരാളെ എഴുതിയിട്ട് ഓണമെന്ന് ചേരരാജകുമാര് ഓണാഘോഷിക്കുന്നു. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഇതായിട്ടൊരു പൊരുത്തമില്ല. ഭാഗവത്തിലെ മഹാബലി അല്ല ഈ നമ്മുടെ മഹാബലി. ഭാഗവത്തിലെ മഹാബലി കേരളമല്ല ഭരിച്ചിരുന്നത്. പിന്നെ അവതാരങ്ങളുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ കേരളം പരശുരാമൻ മറ്റേ കോടാലി എറിഞ്ഞിട്ടുണ്ടായിരുന്ന പറഞ്ഞത്. അപ്പൊ പരശുരാമനേക്കാൾ മുമ്പാണ് ആര്? വാമനൻ. അപ്പൊ വാമനൻ മഹാബലി എങ്ങനെയാണ് കേരളം ഭരിക്കുക? അന്ന് കേരളം ഇല്ലല്ലോ. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചുരുക്കത്തിൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? ഓണമുണ്ട്, ഓണമുണ്ടു. അതെ, ഓണമുണ്ട്, ഓണമുണ്ട്. ഓണത്തിന് പ്രധാനമായിട്ട് സദ്യ തന്നെയാണ്. അതിപ്പോ സദ്യ തന്നെയുണ്ട്. ഇപ്പൊ സദ്യക്ക് വരുത്തുക. അതായത് വീട്ടിൽ ഓണക്കിറ്റാണ് നമ്മൾ. ഓണക്കിറ്റ്, ബീവറേജിലെ ഓണക്കിക്ക്. അപ്പൊ കിക്കും കിറ്റും ആണ് ഇപ്പോഴത്തെ എന്ത് ഓണം. പിന്നെ തൃശ്ശൂരാണ് പുലിക്കളി. പുലിക്കളിയെ പറ്റി എന്റെ തലയിൽ ഇങ്ങനെ മിന്നിപ്പോയില്ല. അതായത് ആഗോള അയ്യപ്പ വാഹന സംഗമം. അയ്യപ്പന്റെ മുന്നിൽ പുലിക്കളി. സൗഹൃദം സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഈ ഓണത്തിന്റെ ഐതിഹ്യപരമായും ചരിത്രപരമായും അതിന് പല പ്രാധാന്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഐതിഹ്യപരമായി അല്ലെങ്കിൽ പുരാണങ്ങളുടെ കഥകൾ അനുസരിച്ച് മഹാബലി എന്ന് പറയുന്നത് വാമനനുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമാണ്. മഹാഭാഗവതത്തിലെ ഒരു കഥാപാത്രമാണ്. മഹാഭാഗവതം പുരാണത്തിലെ ഒരു കഥാപാത്രമാണ് മഹാബലി. മഹാബലി സുഖസമ്പൂർണമായ ഭരണം കാഴ്ചവെക്കുകയും ദേവന്മാരെ എല്ലാം അതിശയിച്ചുകൊണ്ട് മഹാബലിയുടെ ഭരണം കാരണം ദേവന്മാരെ സ്തുതിക്കാനും ആദരിക്കാനും ആളുകൾ തയ്യാറില്ല എന്ന് വന്നപ്പോൾ ദേവന്മാർക്ക് അസൂയ കൂടുകയും അസൂയപ്പെട്ട് ദേവന്മാർ അങ്ങനെ മഹാവിഷ്ണുവാണ് എല്ലാത്തിൻ്റെയും ഭഗവാൻ, പരിപൂർണ ഭഗവാൻ. ദേവന്മാർ എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പരാതിപ്പെടുകയും നമ്മളിങ്ങനെ പോയാൽ മഹാബലി ഇത്രയും രാജ്യം ഭരിക്കാൻ നിന്നാൽ നമ്മളൊക്കെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. നമ്മളെ ആരും നോക്കാനുണ്ടാവില്ല, നമ്മളെ ആരും സ്തുതിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി കാണുമെന്ന് പറയുമ്പോൾ അങ്ങനെ മഹാവിഷ്ണു വാമനനെ പറഞ്ഞയക്കുകയും വാമനൻ ചതിയിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം, ചതിയിലൂടെ മഹാബലിയെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഭാഗവതത്തിൽ. അത് പല ആളുകളും ചിലത് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ പാതാളത്തിലേക്കല്ല സുതലത്തിലേക്കാണ് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ് പല തർക്കങ്ങൾ ഉണ്ടാകാം. എവിടേക്കായാലും എന്തായാലും ഉണ്ടായ സംഭവം മഹാബലിയുടെ സുഖസമ്പൂർണമായ സമർത്ഥ സുന്ദരമായ ഭരണം കണ്ട് അസൂയപ്പെട്ട് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ മുഴുവൻ ദേവന്മാരുടെ കീഴിലാക്കുന്നതിന് വേണ്ടി, ദേവന്മാരെ സ്തുതിക്കത്തക്ക രീതിയിലാക്കി മാറ്റുന്നതിന് വേണ്ടി മഹാബലിയെ നീക്കം ചെയ്യാനുള്ള ആസൂത്രണം ചെയ്തു. അങ്ങനെ നീക്കം ചെയ്തു എന്നാണ് ഭാഗവത കഥയുടെ പൊരുൾ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അതൊരു കഥയാണ്. ബിന്ദു ബാസുരി, അബ്രഹാം കൂള, കുറ്റിപ്പുഴ രവി, സിനി ആർട്ടിസ്റ്റ് രമാദേവി, ഉഷ രാമചന്ദ്രൻ, ടി എൻ നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ഓണ കവിയരങ്ങിലും ഓണപ്പാട്ടിലും ജയന്തി വില്ലിടം, സ്വപ്ന, രവീന്ദ്രനാഥ് മെനാലൂർ,
ഇന്നര ടീച്ചർ, ബാബുരാജ് ഇരിഞ്ഞാലക്കുട, രമേശ് കുമാർ പാർലിക്കാട്, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക, ജോൺസൺ കുന്നംപിള്ളി, ശശി ചെമ്പകശ്ശേരി, ശ്രീലത കാഞ്ഞിരക്കോട്, സാലി തോമസ്, രവീന്ദ്രൻ ഇരിഞ്ഞാലക്കുട, TR വേലു, പ്രീത വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.